അറേഞ്ച് മാരേജ്. ലവ് മാരേജ്. ഈ പ്രേമിച്ച ആളെ തന്നെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് എന്താ ഇത്ര ഉറപ്പ്? അറേഞ്ച് മാരേജ് പിന്നെ ഡിവോഴ്സ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. വീടോ നാടോ സ്വഭാവോ ഒന്നും അറിഞ്ഞൂടാത്ത ഒരാളെ എടുത്ത് തലയെ വെച്ചിട്ടേ അവസാനം തനിക്കോണം കാണുമ്പം ഇട്ടിട്ട് പോവാനും വയ്യ, അവസാനം സഹിക്കാനും വയ്യ എന്നൊരവസ്ഥയിൽ നിൽക്കുന്നതിലും നല്ലത് നമ്മളെ ഇത്രയും നാൾ നോക്കിയ പാരന്റ്സിന് അറിയാം നമ്മളെ അവരെ പോലെ നോക്കുന്ന ഒരാളെ കണ്ടുപിടിച്ചു തരാം. പിന്നെ തേങ്ങയാണ്. ഒരാൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ വിളിക്കുന്നത് അയാളുടെ പാരന്റ്സിന് ഇടുകയാണ്. അപ്പൊ പിന്നെ അങ്ങനെ ഒരാളെ തന്നെ പിടിച്ച് കെട്ടിച്ചു കൊടുത്താലേ ലൈഫ് കോഞ്ഞാട്ടായെന്ന് പറഞ്ഞാൽ മതി. അത് മാത്രമല്ല, ഒരാളെ കണ്ട് പരിചയപ്പെട്ട് സ്നേഹിച്ച് എന്നിട്ട് കല്യാണം കഴിച്ചാലേ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അല്ലാതെ കല്യാണത്തിന് ശേഷം ഒരു പ്രശ്നം ഉണ്ടായാലേ നമ്മുടെ കൂടെ നിൽക്കാൻ നമ്മുടെ ഫാമിലി എങ്കിലും ഉണ്ടാവും. അവിടെ ആരുണ്ടാവും? അതാണ് ഏറ്റവും വലിയ പ്രശ്നം. രണ്ടുപേര് തമ്മിൽ സംസാരിച്ചിരേണ്ട പ്രശ്നം വീട്ടുകാരും കുടുംബക്കാരും എല്ലാവരും ഇടപെട്ട് ഒരു ആഭ്യന്തര പ്രശ്നമാക്കി അവസാനം ഡിവോഴ്സിൽ കൊണ്ടെത്തിക്കും. ഈ കല്യാണം എന്ന് പറഞ്ഞാലേ രണ്ടു പേര് മാത്രമല്ല, രണ്ട് ഫാമിലി കൂടി ഒന്നിക്കുന്നതാണ്. രണ്ട് കുടുംബങ്ങൾ ഒന്നിച്ചിട്ടേ ചേർച്ചയില്ലാത്ത രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചിട്ട് ആ ജീവിതത്തിൽ എന്ത് കാര്യം? അവർക്കിടെ ചേർച്ച ഉണ്ടെങ്കിലേ കുടുംബക്കാരൊക്കെ തന്നെ ഒന്നിച്ചോളും.